ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ അനുമോള് ആര്യനും ജിസയിലും കിസ് ചെയ്തിട്ടുണ്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാത്രിയിൽ മസ്താനിയും അനുമോളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും അനു ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കിസ് ചെയ്തു, ഞാൻ കണ്ടു, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ഒരു വിഷയം ചോദിക്കുകയാണെങ്കിലും ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ ലാലേട്ടൻ ഇനി എന്നെ ഏറിൽ കയറ്റിയാൽ പോലും ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അനുമോള് മസ്താനി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് പുരോഗമന ചിന്തയായിട്ട് വരുന്നുണ്ട് ഇവിടെ. അതിലെന്താണ് തെറ്റ്, അതിലെന്താണ് കുഴപ്പം, അവർ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം പോലും ചെയ്യാതെ ഇപ്പം ഇവരാണെങ്കിൽ ജിസയിലും ഈ പറഞ്ഞിട്ടുള്ള ആര്യനും ആണെങ്കിൽ ഒരു ബെഡിലാണ് കിടക്കുന്നത്. ഈ ഒരു സീസൺ തൊട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഒരാണും ഒരു പെണ്ണും ഒരു ബെഡിൽ അപ്പുറം ഇപ്പുറം കിടക്കുന്നത് കാണുന്നത്. അപ്പം കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇതൊന്നും ചെയ്യാതെയും ഗബ്രിയെയും ജാസ്മിനെയും പറ്റി എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന പുരോഗമന ചിന്തയൊന്നും അപ്പോൾ പല ആളുകളിലും കണ്ടില്ല. ഈ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ഒരാളെയും പുരോഗമന ചിന്ത ആ വിഷയത്തിൽ കണ്ടില്ല. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ജാസ്മിന് കപ്പ് കിട്ടാതിരുന്നത് അല്ലേ. അവരെന്താണ് അവർ ഇതിൻ്റെ ഒരു 1% പോലും അവിടെ കാണിച്ചു കൂട്ടിയിട്ടില്ല. എന്നിട്ടും അവരെന്തോ ഒരു മോശക്കാരാക്കിയെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാനിവിടെ പൂർണ്ണമായിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്യുമല്ല, പക്ഷേ നമ്മൾ കാണുന്നത് തലേ ദിവസത്തെ കാര്യങ്ങളാണ്. അത് എഡിറ്റ് ചെയ്ത് ലൈവിൽ ഇടുന്നത് ബിഗ് ബോസും ടീമുകളാണ്. അപ്പം അത് ലൈവിൽ എന്തൊക്കെ കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഇപ്പം നൈറ്റിൽ നടക്കുന്ന ഫുള്ള് കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം ഒന്നാമത്തെ കാര്യം, ഇത് ഫുള്ള് ലൈവ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു കാര്യം അവർ മനസ്സിലാക്കുക, തലേന്നത്തെ കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ അനുമോള് പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം കള്ളമാണ്, സത്യമാണ്, അപ്പം പൂർണ്ണമായിട്ടും നമുക്കങ്ങോട്ട് കള്ളമാണെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പുറത്ത് ഇവർക്കൊരു ലൈഫ് ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാർ, ബാധിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. ഇതൊരു പ്രേക്ഷകർ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന, ഫാമിലി കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്ക് അവരും കൂടെ ചിന്തിക്കണം. കാരണം എങ്ങനെ പോലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ വെളിയിൽ വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് എല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ അറിയാം. അപ്പോൾ അവർക്ക് അവിടെ കാണിക്കാമെങ്കിൽ പുറത്തിരുന്ന ആൾക്കാർക്ക് ഇത് പറയുകയും ചെയ്യാം. അതാദ്യം മനസ്സിലാക്കുക. അപ്പം അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പോകുന്ന ആൾക്കാരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് നടക്കുന്ന, അവിടെ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും വെളിയിൽ അറിയുന്നില്ലെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. എങ്ങനെയായാലും അവിടെയുള്ള കാര്യങ്ങൾ പുറത്ത് അറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ വായിന്നായാലും വീണിരിക്കും. ഇപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഇപ്പം 24/7 ലൈവാന്ന് പറഞ്ഞാലും എഡിറ്റാന്ന് പറഞ്ഞാലും എവിടെ നിന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും വായിന്ന് വീണിരിക്കും. ഇപ്പം ഈ ഒരു വിഷയത്തിൽ അനുമോള് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത്രയും ദിവസം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആര്യൻ അനുമോളെ അമ്മയെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുകയും അതുപോലെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്താണ് അനുമോൾ ഇങ്ങനൊരു വിഷയം എടുത്തിട്ടിരുന്നത്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറേ ആലോചിച്ചും കണ്ടൊക്കെ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വെളിയിലെടുത്തിട്ട് വലിച്ചീറി ഒട്ടിക്കുമെന്ന് ഒരു സംശയമില്ല. എന്നിട്ട് അതിനെതിരെ കിടന്ന് കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇപ്പം ഇത് കുറേ പേര് പറയുന്നുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനെ ഇതിനപ്പുറം നടക്കുന്നുണ്ട്. ശരിയാണ്, അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഇത് കേരളമാണ്. മലയാളികളെ ഇടയ്ക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ്, കുട്ടികൾ ഉൾപ്പെടെ കാണുന്നൊരു ഷോയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുമാത്രമല്ല, കഴിഞ്ഞ സീസണിലൊക്കെ ഡ്രസ്സിങ്ങിൻ്റെ രീതിയും അതുപോലെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നതിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് വട്ടം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മലയാളം ഷോയാണ്, ഇവിടെ മലയാളം സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ഷോയാണ്. അപ്പം ഓൾറെഡി ബിഗ് ബോസ് ടീമും ലാലേട്ടനും അവരൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, കുട്ടികൾ കാണുന്ന ഷോ ആണ്, പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്. എന്നിട്ട് ഈ സീസണിൽ ഈ ആര്യനൊക്കെ എന്തൊരു ചീത്ത വിളിയാണ് വിളിക്കുന്നത് അല്ലേ, എന്തൊരു ചീത്ത വിളിയാണ് ഈ ആര്യനൊക്കെ വിളിക്കുന്നത്, എന്തൊക്കെയാണ് കാണിച്ചു വിട്ടുന്നത്. അപ്പം ഇതും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഇതിപ്പം സദാചാരമാണ് മറ്റേതാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. പുരോഗമന ചിന്തയാന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ സീസണിൽ ഗബ്രിയെയും ജാസ്മിനെയും ഇതിനപ്പുറം ടോർച്ചർ ചെയ്തു? ഇതിന്റെ ഒരു ശതമാനം പോലും അവർ അതിനകത്ത് കാണിച്ച് കൂട്ടിയിട്ടില്ല. എന്നിട്ട് പോലും ഇതിനപ്പുറമാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത്. അപ്പോഴൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം വന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ഇപ്പം ജിസേൽ പ്രതികരിച്ചിരിക്കുകയാണ്. അവിടെ റന ഫാത്തിമയുണ്ട്, ഷൈത്തിയുണ്ട്, ആദില നൂർ, ഇവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇവരുടെ അടുത്തെല്ലാം ഇതുപോലെ ജിസേൽ പറയുവാണ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് എന്താണ്, ഈ അനുമോക്ക് എന്താണ്, അനുമോൾ എന്തൊക്കെ ഇതിനപ്പുറം ഇവിടെ ചെയ്തിട്ടും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അനുമോൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മളൊന്നും സംസാരിക്കുന്നില്ല. അപ്പം ഈ ഒരു ഫേക്കായിട്ടുള്ള കാര്യം പറഞ്ഞതിൽ അതിന് പ്രതികരിക്കും എന്ന് തന്നെയാണ് ജിസേൽ പറയുന്നത്. ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് തന്നെ ജിസേലും പറയുന്നുണ്ട്. ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് പ്രശ്നം, ആർക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി അങ്ങനൊരു സംഭവം നടന്നിരിക്കട്ടെ, ഞാൻ സിംഗിളാണ്, അതുപോലെ ആര്യനും സിംഗിളാണ്, ഞങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണെന്നാണ് ജിസേൽ വാദിക്കുന്നത്. ഓക്കെ, ശരി തന്നെയാണ്, പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവർ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ്, അവർ ഇതുപോലെ കിസ് ചെയ്തതിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാനൊരു കാര്യം പറയുവാണ്. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞ് പോയ സീസണിലൊക്കെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ സീസണിലൊക്കെ ഇതിനപ്പുറം നടന്നപ്പോഴത്തേക്ക് ഇതിനെല്ലാം എതിർത്ത് സംസാരിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊരു മലയാളം ഷോ ആണ്, ബിഗ് ബോസ് ഷോ ആണ്, ഫാമിലി ഷോ ആണ്, ഇതാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു? ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇതിന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ജിസേലിനെയൊക്കെ സംബന്ധിച്ച് ജിസേലിനെയൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ആ രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ജിസേലിലേക്ക് ഇട്ടേക്കുന്നത്. ഓക്കെ, അതൊക്കെ അവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു ഫാമിലി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മാന്യതയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ഒരു കാരണം വെച്ചാലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ചൂണ്ടിക്കാണിക്കാതെ മാറിയിരിക്കല്. ചൂണ്ടിക്കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനപ്പുറം അവിടെ നടക്കും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ അന്ന് തന്നെ പറയണമായിരുന്നു. ഈ ഒരു വിഷയം അന്ന് തന്നെ എടുത്തു തരണമായിരുന്നു. സത്യമാണെങ്കിൽ, പിന്നെ ഇതൊരു കള്ളമാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെതിരെയും ചോദ്യം ചെയ്യണം. അനുമോള് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഉന്നയിച്ചു എന്നതിനെ പറ്റിയിട്ടും ചോദ്യം ചെയ്യണം. സത്യമാണെങ്കിൽ ഇതിന് നല്ലൊരു വാണിംഗ് കൊടുക്കുക തന്നെ വേണം. കാരണം ഇതൊരു മലയാളി പ്രേക്ഷകർ, ഫാമിലി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ ഇനി വരും സീസണിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പം പുരോഗമന ചിന്തയും കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കഴിഞ്ഞ സീസണും കൂടെ പോയി വിലയിരുത്തിയിട്ട് വന്നിരുന്നിട്ട് ഈ പുരോഗമന ചിന്ത രീതിയൊക്കെ സംസാരിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം അനുമോള് ഈ ഒരു വിഷയം, എനിക്ക് ഒരു കാര്യത്തിൽ അനുമോളോട് വിയോജിപ്പുള്ളൂ. ഈ ഒരു വിഷയം കണ്ട അന്ന് തന്നെ പ്രതികരിക്കണമായിരുന്നു. അതായിരുന്നു വേണ്ടുന്നത്. അന്ന് തന്നെ പ്രതികരിച്ച് ഇതിനൊരു ഇത് സ്റ്റോപ്പ് ഇടണമായിരുന്നു, ഒരു തടങ്കിടണമായിരുന്നു. അത് ഇടാത്തതുകൊണ്ടാണ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ ചീത്ത വിളിക്കുന്നു. ഇപ്പം ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ആണ്. ഇവരെല്ലാം ബിഗ് ബോസ് ഷോ കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ ലാലേട്ടന് എന്തുമാത്രം വാണിംഗാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പോലും ഇപ്പോഴും പച്ചത്തെറിയും അപരാധമെല്ലാം വിളിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പം ഇതിനൊക്കെതിരെ എന്തായാലും ഒരു ലാലേട്ടൻ വരുന്ന ദിവസം നല്ല രീതിയിലൊരു മറുപടി കൊടുത്തേ പറ്റൂ. ഇപ്പം അനുമോൾ ഇവിടെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെയും ചോദ്യം ചെയ്യണം. അനുമോൾ ഒരു കള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണ്, അതിനും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ലൈവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. See you.